ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്കൊന്ന് ബട്ടർ മിൽക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്താലും മതി. നന്നായി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പാലിപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. സാധാരണ എല്ലാവരും ഇതിലേക്ക് ഒനിയൻ പൗഡറും പിന്നെ ഗാർലിക് പൗഡറൊക്കെയാണ് ചേർത്ത് കൊടുക്കാറ്. നമുക്കിതിപ്പം വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ ചെയ്യാം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാളൻ്റെ ഹാഫും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും നമുക്കിതൊന്ന് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അരച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ഒരു 2 ടേബിൾ സ്പൂണോളം കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതിനാവശ്യമായ ഉപ്പാണ്. ഉപ്പിട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാനുണ്ട്. ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും സ്കിന്നോട് കൂടി ചിക്കൻ എടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പം സ്കിന്നില്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി നല്ലത് സ്കിന്നുള്ളതാണ്. നമ്മളെടുത്ത ചിക്കനൊക്കെ ഇതിലേക്ക് മുക്കി വെക്കണം. നമ്മളിപ്പോൾ ഇത് രാത്രിയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് രാവിലെ ഇത് ചെയ്തിട്ട് വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ ഉപ്പൊക്കെ പിടിക്കും. ചിക്കൻ നല്ല സോഫ്റ്റ് ഉണ്ടാവും, നല്ലതുപോലെ ഉപ്പും പിടിക്കും. ചിക്കൻ ഇതിലേക്ക് നല്ലതുപോലെ മുക്കി വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് രാവിലെയാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്നിട്ട് രാത്രി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് മിക്സ് തയ്യാറാക്കാനുണ്ട്. ഒന്ന് വെറ്റും ഒന്ന് ഡ്രൈയും. വെറ്റ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു 3/4 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഞാൻ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ആവും. ഒരുപാട് വെള്ളമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഡ്രൈ മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഈ മൈദയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മറ്റേ രണ്ടിലും നല്ലോണം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് സമയം എടുത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നാലേ ഉപ്പും മുളകും എല്ലായിടത്തും എത്തുള്ളൂ. അപ്പോൾ നമ്മൾ 2 മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ എടുക്കുക. ചിക്കൻ ഞാനൊരു 1/4 മണിക്കൂർ മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ചിക്കൻ പീസ് എടുത്തിട്ട് ആദ്യം വെറ്റ് മിക്സിലേക്ക് മുക്കി കൊടുക്കുക. അതിനുശേഷം ഡ്രൈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല. എടുത്തതിന് ശേഷം നമുക്ക് മൈദൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി കോട്ട് ചെയ്ത് കൊടുക്കുക. മൈദ എല്ലായിടത്തും എത്തുന്നത് പോലെ നല്ലതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ഫുള്ള് കവറാണ്. കുറച്ച് ടൈം എടുത്ത് ചെയ്താലേ നല്ലൊരു പെർഫെക്ഷൻ കിട്ടൂ. ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം, പക്ഷെ കാണാനൊരു ഭംഗി ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മുട്ടിക്കൊടുത്താൽ നമ്മൾ വാങ്ങുന്ന പോലത്തെ ഫ്രൈഡ് ചിക്കനെ പോലെ തന്നെ കിട്ടും.
വാങ്ങുന്ന ചിക്കൻ്റെ ലുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. ഇനിയും ബാക്കിയുള്ളതൊക്കെ ഞാൻ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാത്രത്തിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോരോ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നല്ലോണം ചൂടാവണം. ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. എന്നാലേ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ട് കിട്ടുള്ളൂ. ചിക്കന് മുങ്ങിയിട്ട് പൊരിയേണ്ടത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു സൈഡിൽ ഫ്രൈ ആവുന്ന സമയത്ത് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടാകുമ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഒരുപാട് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.